നിന്റെ മുഖം കഴുത്തിളക്കണം. കാണും ഇപ്പോ കൈകെട്ടി താണു നിന്ന് ആകാശത്ത് ചന്ദ്രനെ സങ്കല്പിച്ച് കഴുത്തിളക്കി ഭംഗി നടിക്കുക. ഒന്ന് നിൽക്കൂ. നല്ല സമയത്താ വന്നത്. ഒരു സംശയമുണ്ട്. ചെന്താർ ബാണം അണിച്ചപ്പും ആ പദം വേണോ? കിഴക്കേടൻ തിരുമേനി എങ്ങനെയാണ് പാടിയിരുന്നതാവും? വേണ്ട, ഇടുമ്പിയുടെ സന്തോഷത്തിൽ നിർത്തിയാ മതിയെന്നാ തോന്നണ. മറ്റേ പദം കോട്ടയം തമ്പുരാൻ എഴുതിയതല്ലെന്നാ അച്ഛൻ പറയണ. ഓഹോ, വേറെ സംശയങ്ങളുണ്ട്. ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, കണ്ടപ്പോഴൊക്കെ മറന്നു. അച്ഛൻ പോണടത്തൊക്കെ കുറെ കളി കണ്ടു വച്ചിട്ട് എനിക്കത്ര ഗ്രഹീതമൊന്നുമില്ല. ആദ്യം തൊട്ട് തുടങ്ങാം. വേണോ വേണ്ടെന്ന് ഏത് പദത്തിനെ തർക്കം? അതൊക്കെ ഇത്തിരി മോശ. ചെന്താർ ബാണം അണിച്ചെപ്പും ചേവടി പണിയും നിൻ പന്തൊക്കും കൊങ്കയൻ മാറിൽ. ആ, ഇവിടെയാണോ? കിഴക്കെടുത്തുന്ന ആള് വന്നിരിക്കണോ? ആത്തേമാരി പെറ്റുത്രേ ആൺകുട്ടി. ഓ, ആരാ വന്നത്? കോന്തുവാണോ? പെറ്റതറിയിക്കാൻ വന്നാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? കുഞ്ഞിക്കാളിയും ഇല്ലാത്തതാ. തൊണ പോവാൻ എന്നോട് ചാടി പുറപ്പെടണ്ടെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കണു. ഏട്ടനും ഏടത്തിയമ്മയ്ക്കും സന്തോഷായിട്ടുണ്ടാവും. അടിയനും ഈ വഴിക്കുണ്ട്. കോരലൂർ അമ്പലത്തിലൊരു കളിയുണ്ട്. കിഴക്കേടത്ത് അടുത്താന്നാ പറഞ്ഞത്. നളചരിതം 1ഉം 4ഉം പഠിക്കുകയാണ്. തെക്ക് അതിനാണത്ര ഇപ്പൊ പ്രചാരം. 2ാം ദിവസത്തെ നളനാ വേഷം. തമ്പുരാൻ പറഞ്ഞിട്ടായി ക്ഷണം. ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെങ്ങാനും ഇരിക്കാം. ഇളനീര് കിട്ടുമോ നോക്കണോ? വേണ്ട, ഇനി അധികം ഇല്ലല്ലോ. കോരല്ലൂർക്ക് ഇതാ എളുപ്പം. പഠിക്കലാക്കിയിട്ട് പോവാം. നടക്കൂ. ഇപ്പോഴില്ല, ക്രിയാദികളുടെ തിരക്കിന്റെ ഇടയിലാവും. അടിയൻ അന്വേഷിച്ചു, സൗകര്യപ്പെട്ട കളിക്ക് വരണമെന്ന് പ്രത്യേകം പറയണം. ഇവിടുന്നും വരണം. അടിയന്റെ ഒരു മോഹാണ്.
മധുനോ ഘൃതസ്യ വേദം സവിത്ര പ്രസൂതം മഘോനാം എവിടെ? ആയുഷ്മാൻ ഗുപ്തോ ദേവതാ ഉണ്ണി ഒന്ന് കാണട്ടെ. ഒക്കെ അശുദ്ധാക്കിലോ. ഞാൻ അയത്തായിട്ടില്ല. മംഗളകരമായ ഒരു കാര്യം നടക്കണതിന്റെ നടുവിലേക്ക് അങ്ങോട്ട് കേറി വരുന്നേ. താലിച്ചേരുടെ അടുത്ത ആളാന്ന് വല്ല വിചാരമുണ്ടോ ലഗ്നത്തിന്? കുട്ടി അകത്തേക്ക് പോയിക്കോളൂ. ആദ്യം തൊട്ടേ തുടങ്ങണം വാസവൻ. പ്രതേ മധുനോ വേദം സവിത്ര പ്രസൂതം മഹോന ആയുഷ്മാൻ ഗുപ്തോ ദേവതാഭി. അത് അത്ര സാരാക്കണ്ട. ഈ ഓദിക്കൻ അല്ലെങ്കിൽ ഒരു വെകിളിക്കാരനാണ്. തെറ്റായി. അപ്പോഴത് തോന്നിയില്ല. ഇടയ്ക്ക് എന്റെ സ്ഥിതി എന്താന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഇനി അതന്നെ വിചാരിച്ച് വിഷമിക്കാൻ ഒന്നുമില്ല. ഇരിക്കൂ. തൽക്കാലം തറവാട്ടിൽക്കാരനോർ ഞാനാ. ഉണ്ണിയമ്പൂരിയും വേറെ ആള് വന്നിട്ടുണ്ട്. ഉണ്ണാനുണ്ടാവും നിശ്ചല്യ. ഉണ്ണണം, തിരക്കില്ല. സംഭാരം ഒറ്റ വേണോ? ശാന്തിക്കാരനാ അടുക്കളയില്. വേണ്ട. മറ്റേ ചെറിയമ്മ അവരും പോയി. പാഞ്ഞാൾക്കാന്നാ തോന്നണ. ഏട്ടന്റെ എടുത്തിമ്പഴം തീർത്ഥാടനം കഴിഞ്ഞില്ലേ? 101 ശിവാലയങ്ങളിലെ വഴിപാട് എല്ലാ ദിക്കിലും പ്രസിദ്ധമായിരിക്കണം. 25 കൊല്ലത്തിനിടയ്ക്ക് ചെറിയമ്മ ഇല്ലപ്പുറമന് പുറത്തൊന്ന് പോയല്ലോ, അതും നന്നായി. കേമ്പി, ഇങ്ങോട്ട് വരാം. കിഴക്കേടത്തുനിന്ന് ആളായതുകൊണ്ട് അബദ്ധത്തിൽ ആളുകളെ കണ്ടാൽ ഇവിടെ ബോധക്കേടൊന്നും വരില്ല. കേമ്പി ഇടയ്ക്ക് കവിതാ ലേഖനം ഒക്കെ എഴുതാറുണ്ട്. ചിലത് കണ്ടിട്ടുണ്ട്. വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കായിരുന്നു ഇവിടെ ഒരു ക്ലാസ് തുടങ്ങിയാലോ എന്ന്. ഈ ചുറ്റുവട്ടത്തെ ഇല്ലങ്ങളിൽ നിന്നൊക്കെ പെൺകിടാങ്ങൾ വരട്ടെ. സഹായിക്കാൻ ശരിയായൊരു മിസ്ട്രസും ഇടയ്ക്ക് വരും. നാണിക്കുട്ടി. അയ്യോ, ഏട്ടത്തിമാര് കേൾക്കണ്ട. അവരും പഠിക്കട്ടെ. സ്വന്തമായി രാമായണം വായിക്കാനെങ്കിലും ഉപകാരമാവില്ലേ? അന്തർജന അക്ഷരം പഠിച്ച ആകാശം പൊട്ടി വീഴൊന്നുമില്ല. കിഴക്കേടത്ത് അങ്ങനെ വല്ല അത്യാഹിതവും. മഹാസദസ്സുകളിൽ അന്തർജനങ്ങൾ പ്രസംഗിക്കാനും തുടങ്ങി. അറിയില്ലേ ആവോ? കേട്ടിട്ടുണ്ട്. നെന്മിനി മംഗലത്തെ വേഷം മാറ്റിയതുകൊണ്ട് വിപ്ലവം വരില്ല. ഭട്ടതിരിപ്പാട് പറഞ്ഞില്ലേ, അറിവിന്റെ ആയുധം കൊണ്ട് വേണം പഴമയുടെ പെരുങ്കോട്ട കുത്തിപ്പൊളിക്കാനെന്ന്. ഞങ്ങൾ നാളെ പോണുള്ളൂ. ഒരു കാര്യം, ഇത്ര സൗകര്യത്തിൽ സംസാരിക്കാൻ എന്നും അവസരം കിട്ടിയെന്ന് വരില്ലല്ലോ, അതുകൊണ്ട് പറയാണ്. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ഒരു വൃദ്ധൻ കെട്ടിയ ചരട് അറുത്ത് കളഞ്ഞു എന്ന് വെച്ച് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ചുരുക്കത്തിൽ ജീവിതം ഇനി വ്യർത്ഥം എന്നൊരിക്കലും തോന്നരുത്. പിന്നെ അടുക്കളക്കരി ആത്മാവിലേക്ക് കയറാതെ നോക്കുകയും വേണം.